യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാർ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തും എന്ന വാർത്ത വരുമ്പോൾ മുഹമ്മദ് സുഹൈൽ കൂടി ഈ വാർത്തയുടെ അപ്ഡേഷൻ പരിശോധിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. സുഹൈൽ, പറയൂ. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാകുന്ന ആളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റു ചിലരെ കൂട്ടി അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നൊരു പൊതു നാട്ടു നടപ്പുന്ന കണക്കിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈന വരുന്നു, റഷ്യ വരുന്നു, നേരത്തെ തന്നെ പല രാജ്യങ്ങളും ഇതുപോലെ നെഗോഷിയേഷൻ, പീസ് ടോക്ക് വേണം, സമാധാന ചർച്ച നടത്തണം എന്നാവശ്യപ്പെട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുക്കം ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട കാര്യം ഇറാൻ എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇറാൻ എന്താണ് ആഗ്രഹിച്ചത്, സംഘർഷം ലഘൂകരിക്കാൻ ഇറാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തൽക്കാലം അനുമാനിക്കേണ്ടി വരും. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഹോർമുസ് കടലിലേക്ക് അടച്ചതോടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്രൂഡ് ഓയിൽ എക്സ്പോർട്ട് നിൽക്കും, അതുപോലെ നാച്ചുറൽ ഗ്യാസിന്റെ സപ്ലൈ നിൽക്കും. ഇതൊക്കെ നിൽക്കുമ്പോൾ അവിടുത്തെ ഊർജ്ജത്തിന് കാര്യമായ കോട്ടം തട്ടുമെന്ന് പറഞ്ഞു. കോട്ടം തട്ടി തുടങ്ങാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഓയിലും നാച്ചുറൽ ഗ്യാസും കൊടുക്കുന്ന GCC രാജ്യങ്ങളുമായുള്ള അവിടുത്തെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുന്നത്. നിലവിൽ ആ കൂടിക്കാഴ്ചയുടെ പ്രഥമ ലക്ഷ്യമെന്ന് പറയുന്ന അവിടുത്തെ സ്ഥിതി വിലയിരുത്തുക എന്നതാണ്. എത്ര ദിവസം കൂടി സമാനമായി നിങ്ങൾക്ക് ഈ LPG ബ്ലോക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവ് പാത്തിലൂടെ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കാൻ നമുക്കറിയുന്ന പോലെ തന്നെ നിലവിൽ ഹോർമുസ് കടലിലേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ചെങ്കടൽ വഴി മാത്രമാണ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. അതുവഴിയുള്ള യാത്രയ്ക്ക് പോസിബിൾ ആണോ എന്ന് പ്രഥമമായി ആദ്യം അന്വേഷിക്കും. അതിനായിരിക്കും ആദ്യ കൂടിക്കാഴ്ച. പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് മറ്റ് തലങ്ങൾ കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയും സ്ഥിതി തുടർന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ബുദ്ധിമുട്ടും, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകും. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന ഊർജ്ജം കൊടുക്കാനായിട്ട് അവിടെയും സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ സമ്പത്തിലേക്ക് യുദ്ധം ചുരുങ്ങുന്നു, സമ്പത്ത് കുറയുമെന്ന ആകുലത ഉണ്ടാകുന്നു, ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമെന്ന ആശങ്ക ഉണ്ടാകുന്നു. ആ ആശങ്കയ്ക്ക് പ്രധാന കാരണം ഇറാൻ ഈ പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളാണ്. ഇറാൻ ഈ ആക്രമണം ഉദ്ദേശിക്കുന്ന ഒരിക്കലും നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ കാഷ്വാലിറ്റി ഉണ്ടാകുന്ന ലക്ഷ്യത്തോടെയല്ല ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത്. സൈനിക താവളം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് പറയുന്നത് പ്രധാനമായും ഇറാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സൗദി പോലെയുള്ള GCC രാജ്യങ്ങൾ മേലൊരു സമ്മർദ്ദം ഉണ്ടാക്കി ആ സമ്മർദ്ദം ട്രംപിലേക്ക് ചെലുത്തിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. കാരണം അമേരിക്കയ്ക്ക് താവളം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഈ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും ഉണ്ടെന്ന ബോധ്യം രാഷ്ട്രതലവന്മാർക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതുവഴി അമേരിക്കയിലേക്ക് സമ്മർദ്ദം ചെലുത്തണമെന്ന ഉദ്ദേശ ലക്ഷ്യത്തിലെ ഇറാന്റെ പ്രത്യാക്രമണം, പ്രതിരോധം കൂടിയായിരുന്നു അവിടെയുള്ള ആക്രമണങ്ങൾ. ആ ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം അവിടെ നിന്നുള്ള സപ്ലൈകൾ കുറയുന്നു, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പ്രധാനമായുള്ള ഊർജ്ജം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥിതി വിലയിരുത്താൻ എത്ര ദിവസം കൂടി നിങ്ങൾക്ക് ഇങ്ങനെ ഊർജ്ജം തരാതിരിക്കാൻ കഴിയും, എപ്പോഴേക്ക് ഊർജ്ജം പഴയ പോലെ തന്നു തുടങ്ങാനാകും, എന്താണ് നമ്മൾ മുന്നിലുള്ള മറ്റു വഴികൾ, സമാധാനം വേണ്ടേ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഈ ചർച്ചകൾ കൂടുതൽ രാജ്യങ്ങൾ ഒത്തുകൂടി, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ഇറാൻ അഫക്റ്റഡ് പാർട്ട്, ഇറാനും ഇസ്രയേലും അമേരിക്കയുമായി ഡയറക്റ്റ് യുദ്ധമുഖത്തുള്ള രാജ്യങ്ങൾ, ഈ മൂന്ന് രാജ്യങ്ങൾ യുദ്ധത്തിൽ സമാധാനത്തിന്റെ ചർച്ചയ്ക്ക് വരുന്നില്ലെങ്കിലും മറ്റ് ആഗോള രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇവരിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം. അങ്ങനെ നീങ്ങിയാൽ മാത്രമേ യുദ്ധത്തിന് വിരാമമാകൂ. അങ്ങനെ നീങ്ങുമെന്ന് പ്രത്യാശിക്കാൻ പറ്റുന്ന തരത്തിലൊരു വാർത്ത വരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വിദേശകാര്യമന്ത്രിമാർ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടക്കുന്നു. അതേസമയം ഒമാന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആഗോളതലത്തിൽ ഈ പറയുന്ന യുദ്ധത്തിൽ പാർട്ടാവാത്ത ഭാഗങ്ങൾ ചർച്ചകളിലേക്കും സമാധാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ആഹ്വാനങ്ങളിലേക്കും വരുന്നു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.